ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ ചാപ്റ്റർ 2 പോളിനോമിയൽസിലെ എക്സാമ്പിൾ 3 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻസും ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു? സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താ? പോളിനോമിയൽ തന്നേക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 3, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ? അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 3. നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എങ്ങനെ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഹിയർ ഈ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനകത്ത് എ എന്തുണ്ട്? എ 1 ആണ് അല്ലേ. ഇനി ബി ഉണ്ടോ? ഇല്ല, ബി 0 ആണ്. ഇനി സി എന്താണ്? മൈനസ് 3. അപ്പൊ എയും സിയും മാത്രമേ ഉള്ളൂ, ബി ഇല്ല. അപ്പൊ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റുമോ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണെങ്കിൽ നമുക്ക് ബി വേണം അല്ലേ, ബി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പോളിനോമിയൽ നോക്കിയേ, ഈ പോളിനോമിയൽ ഏതെങ്കിലും ഒരു ഇക്വേഷന്റെ മോഡൽ ആണോ നോക്കിയേ. ഞാനൊരു ഇക്വേഷൻ എഴുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ നോക്കിയേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3 എന്തുണ്ട്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ആണ് അല്ലേ. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. അപ്പൊ ഇവിടുന്ന് എ പ്ലസ് ബിയും എ മൈനസ് ബിയും എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. അപ്പൊ എ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ബി വേണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ബി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? √3 അല്ലേ. √3യുടെ സ്ക്വയർ ആണ് എന്ത്? 3 എന്ന് വരുന്നത്. തിരിച്ചെടുത്താലും ഓക്കെ ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു 3, ബി ഈസ് ഈക്വൽ ടു √3. ഈ √3യുടെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ. √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് എന്ത് വരും? 3 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 3 എങ്ങനെ മാറ്റി എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ എന്താണ്? എക്സ്, ബി എന്താണ്? 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് √3 ഇൻറ്റു എക്സ് പ്ലസ് √3. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എന്താന്ന് പറയാം? ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് √3 ആൻഡ് എക്സ് പ്ലസ് √3 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഈ √3 ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാം? പ്ലസ് √3 ആണ്. എക്സ് ഈക്വൽ ടു √3 ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് √3 ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ നമുക്ക് സീറോസ് ഏതൊക്കെ കിട്ടി? √3 മൈനസ് √3 കിട്ടി അല്ലേ. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അവയുടെ റിലേഷൻ ശരിയാണോ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് എഴുതാം? സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ കിട്ടിയിരിക്കുന്ന രണ്ടും ആഡ് ചെയ്യുക. അപ്പൊ √3 പ്ലസ് മൈനസ് √3 എന്ത് വരും? 0. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ത് വരും?
√3 ഇൻറ്റു -√3. അപ്പോൾ √3 ഇൻറ്റു √3 എന്താ 3. ഒരു പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -3. ഇനി നമുക്ക് കിട്ടിയ ഈ സമ്മും പ്രോഡക്റ്റും ശരിയാണോ എന്ന് നമ്മുടെ ഈ റിലേഷൻ വെച്ചിട്ട് നോക്കണം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ zeros of the polynomial x square minus 3 അല്ലേ? അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് √3 എന്നും ബീറ്റ ഈക്വൽ ടു -√3 എന്നും എടുക്കാം. അപ്പം നമുക്ക് സം ഓഫ് സീറോസ് എങ്ങനെ എടുക്കാം? സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്തെടുക്കാം? ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ഓക്കെ, നമുക്ക് ഇവിടെ -b എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. a എന്താണ്? 1, b ഈസ് ഈക്വൽ ടു 0, c ഈസ് ഈക്വൽ ടു -3. അപ്പോൾ -b/aക്ക് 0/1 അല്ലേ? ദാറ്റ് ഈസ് എന്ത് വരും? 0. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ സം ഓഫ് സീറോസും ഇവിടെ കിട്ടിയ സം ഓഫ് സീറോസും ഈക്വൽ അല്ലേ? അപ്പം എന്താണ്? ആ റിലേഷൻ ശരിയായി അല്ലേ? ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? c/a. ഇവിടെ c എന്താ വരുന്നത്? -3 അല്ലേ? -3/a എത്ര? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടി? -3. നമ്മൾ സീറോസ് കണ്ടുപിടിച്ചിട്ട് അവയുടെ പ്രോഡക്റ്റ് എടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? -3 കിട്ടി. അപ്പം നമുക്ക് ഇത് രണ്ടും LHS ഈക്വൽ ടു RHS എന്ന് പറയാം അല്ലെങ്കിൽ അല്ലേ? അപ്പോൾ രണ്ട് രീതി ചെയ്തപ്പോഴും പ്രോഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും ഈക്വൽ ആയി അല്ലേ? അപ്പോൾ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 4 ചെയ്ത് നോക്കാം. Find a quadratic polynomial, the sum and product of whose zeros are -3 and 2 respectively. അല്ലേ? എങ്ങനെ ചെയ്യും? ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പോളിനോമിയൽ തന്നിട്ടില്ല അല്ലേ? പകരം എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ ചെയ്തു നോക്കും? നമുക്കൊന്ന് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഒന്ന് എഴുതി നോക്കാം അല്ലേ? സം ഓഫ് സീറോസ്, സം എന്ന് പറയുന്നത് എന്താ? -3. അപ്പൊ അത് അതുപോലെ എഴുതിയേ. സം ഓഫ് സീറോസ്, സം ഓഫ് സീറോസിന് നമ്മൾ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? അപ്പൊ സം ഓഫ് സീറോ ആൽഫ പ്ലസ് ബീറ്റയാണ് എന്തെന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്? -3. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താ തന്നേക്കുന്നത്? അതായത് ആൽഫ ബീറ്റ എന്ത് കിട്ടി? 2. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോം എങ്ങനെയാ വരുന്നത്? ax² + bx + c അല്ലേ? ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ഇനി നോക്കിയേ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. ഈ -3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? -b/a അല്ലേ? ഈ ഇത് റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ -b/a. ഇനി ആൽഫ ബീറ്റ ആണെങ്കിൽ എന്ത് കിട്ടി? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയേക്കുന്നത്? c/a. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ നമ്മൾ -b/a വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ 2 ആണ് തന്നിട്ടുള്ളത്. അത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? c/a. ഇനി നോക്കിയേ, ഈ 3 -3 എന്ന് പറഞ്ഞാലും -3/1 എന്ന് പറഞ്ഞാലും ശരിയല്ലേ അല്ലേ? അപ്പോൾ 1 ഡിനോമിനേറ്റർ 1 വന്നാലും ഇല്ലെങ്കിലും ആൻസർ -3 എന്ന് തന്നെ വരുന്നത്. അപ്പൊ ഈ -3 പകരം എന്താ? -b എന്ന് കൊടുത്തൂടെ? കൊടുക്കാമോ? അപ്പൊ b എന്ത് വരും? ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ a എന്താണ്? 1 എന്ന് വരും.
-3 എന്ന് പറഞ്ഞാൽ -3/1 എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ? അത് ഈക്വൽ ടു -b അല്ലേ? അപ്പൊ -b ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും. ഒരു മൈനസ് മൈനസൂടെ ക്യാൻസൽ ആവും. അപ്പൊ b ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ ഇവിടെ 1 എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ a 1 എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെ c/aയുടെ അവിടെ ഒരു a ഉണ്ടല്ലോ. അപ്പൊ 2 ഈക്വൽ ടു എന്താ? c/a. അപ്പൊ ഈ 2 എന്ന് പറഞ്ഞാൽ 2/1 എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെയും a എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടിടത്തും a നമുക്ക് 1 എന്നാ കിട്ടി. അപ്പൊ a എന്തെന്ന് എഴുതാം? a ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. c എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതാമല്ലോ അല്ലേ? നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഇനി b എന്താ വരുന്നത്? b ഇസ് ഈക്വൽ ടു -3 എന്ന്. -b ഈക്വൽ ടു -3 എന്ന്. അപ്പൊ b ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 3 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷനകത്ത് എയും ബിയും സിയും കിട്ടിയില്ലേ? എങ്ങനെ അപ്പൊ എടുത്തെഴുതിയ? a ഇസ് ഈക്വൽ ടു 1, b ഇസ് ഈക്വൽ ടു 3, c ഇസ് ഈക്വൽ ടു 2. ഇത്രയും കിട്ടിയത് മനസ്സിലായോ? ഇനി എന്താ ചെയ്യണ്ടേ? ഈ കിട്ടിയ എയും ബിയും സിയും നമ്മുടെ ജനറൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പോളിനോമിയൽ കിട്ടും. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് കൊടുക്കുമ്പോൾ ax² പകരം നമുക്ക് എന്തെഴുതാം? 1 ഇൻറ്റു x² പ്ലസ് bx അല്ലെ? ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3x പ്ലസ് 2 കണ്ടോ? c അവിടെ കോൺസ്റ്റന്റ് ടേമാ, അപ്പൊ വേരിയബിൾ ഒന്നുമില്ല. അപ്പൊ നമുക്ക് 2 എന്ന് എഴുതാം. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? x² പ്ലസ് 3x പ്ലസ് 2 കിട്ടിയില്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് അല്ലെ? അപ്പൊ നമ്മുടെ പോളിനോമിയൽ p ഓഫ് x ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? x² പ്ലസ് 3x പ്ലസ് 2. മനസ്സിലായോ? നമുക്ക് ആ തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് സീറോസ് തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്നെടുത്തു, ആൽഫ ബീറ്റ എന്നെടുത്തു. ഇനി പോളിനോമിയൽ ഇല്ലാത്തത് കൊണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എഴുതി. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -3 ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഉണ്ട് -b/a. ആ b/aക്കകത്ത് ഇത് നോക്കി. അപ്പം ബിയുടെ സ്ഥാനത്ത്, ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് എന്താ? -3 ആണ്. ഡിനോമിനേറ്റർ എന്താണ്? 1. അപ്പൊ a നമ്മൾ 1 എന്ന് എടുത്തു. ഉറപ്പിക്കാൻ വരട്ടെ, അതിനു മുമ്പ് നമുക്ക് എന്താ? ആ പ്രോഡക്റ്റിനകത്ത് ഒരു a ഉണ്ട്. അപ്പൊ അതും ഈ എയും ഈ എയും സെയിം ആൻസർ കിട്ടിയാലേ a ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആൽഫ ബീറ്റ എടുത്തു. ആൽഫ ബീറ്റ നമുക്ക് 2 ആണ് തന്നത്. അത് c/a എന്ന് എടുത്തു. ഓക്കെ, ക്ലിയർ? അപ്പൊ c ഇസ് ഈക്വൽ ടു 2. 2/1 എന്ന് പറഞ്ഞാലും 2 എന്ന് പറഞ്ഞാലും ശരിയാണ് അല്ലേ? അപ്പൊ നമ്മൾ a ഇവിടെ 1 എന്ന് എടുത്തു. അപ്പൊ രണ്ടിടത്തും നമുക്ക് a 1 എന്ന് കിട്ടി. അപ്പൊ അത് ഫിക്സ് ചെയ്യാലോ. അപ്പൊ a ഇസ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. ഇനി ബിയുടെ കാര്യം എന്താ? -b ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അപ്പൊ b എന്തെന്ന് നമുക്ക് കിട്ടും? 3 എന്ന് കിട്ടും. c എന്താണ്? പ്രോഡക്റ്റിനകത്ത് c/aക്കകത്ത് c നമുക്ക് 2 എന്ന് കിട്ടി. അത് നമ്മുടെ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² പ്ലസ് 3x പ്ലസ് 2. നമുക്ക് കിട്ടി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പോളിനോമിയൽ ആയിരുന്നു. അപ്പൊ നമ്മുടെ പോളിനോമിയൽ നമുക്ക് എങ്ങനെ കിട്ടി? x² പ്ലസ് 3x പ്ലസ് 2. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.